ചോദ്യം ഞാനൊരു സാധാരണക്കാരൻ്റെ അടുത്ത്, സിനിമയിൽ അഭിനയിക്കാത്ത ഒരാളുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ റിയൽ ലൈഫിലൊരു നായകനാണോ വില്ലനാണോ സാധാരണക്കാരനാണോ എന്ന് ചോദിച്ചാൽ എന്താണ് അയാൾ മറുപടി പറയുക? അത് തന്നെയായിരിക്കും കാര്യം. പകിട എന്ന് പറഞ്ഞ സിനിമയിൽ എൻ്റെ ക്യാരക്ടർ ഒരു ഭയങ്കര ഹീറോ ആണെന്നോ അല്ലെങ്കിൽ വില്ലൻ ആണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം നമ്മളെല്ലാവരും റിയൽ ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാരെല്ലാം അവസരോചിതമായി പെരുമാറുന്ന ആളുകളാണ്. അതായത് നമ്മുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നമ്മൾ ചെന്നപ്പെടുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ റിയൽ ലൈഫിൽ ഹീറോ ആണോ വില്ലനാണോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ ആദി എന്ന് പറഞ്ഞ എൻ്റെ ക്യാരക്ടർ, ഇദ്ദേഹം വളരെ നോർമലായിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ പാരൻസിൻ്റെ കൂടെ വളരെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ ആദിയുടെ പ്രായത്തിലുള്ള എല്ലാ കുരുത്തക്കേടുകളും ഉള്ള ഒരു ചെറുപ്പക്കാരനാണ്. എന്നാൽ അയാൾക്ക് കുറേ നല്ല അയാളുടെ മോറൽ സൈഡ് നല്ല ഇതാണ്. പിന്നെ അദ്ദേഹത്തിന് പറഞ്ഞ പോലെ അത്യാവശ്യം വെള്ളമടിയുണ്ട്, വായ്നോട്ടമുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലുള്ള തരികിട പരിപാടികളും ഉള്ള ഒരാളാണ് ആദി. പക്ഷേ ഇതിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ പകുതിയോടുകൂടി ആദി ബീച്ചേട്ടൻ ചെയ്യുന്ന അന്തർപ്പർ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ പരിചയപ്പെടുകയും ഇവർ ചെയ്യുന്നൊരു യാത്ര അല്ലെങ്കിൽ ഇവർ നടത്തുന്നൊരു യാത്രയിലാണ് ആദിയുടെ പല രീതിയിലുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ പല രീതിയിലുള്ള സ്വഭാവങ്ങൾ നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ വരുമ്പോൾ പലപ്പോഴും ആദിക്കൊരു നെഗറ്റീവ് ഷെയ്ഡുണ്ട്. പക്ഷേ ആദി പല രീതിയിലും എന്താ പറയുക, ഒരു ഹീറോയിസം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ആദിയിലെ ഒരുപാട് പ്ലസ് പോയിന്റ്സ് ഈ സിനിമയിൽ പല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ആദി ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഒരിക്കലും നമുക്ക് ഒരു ഹീറോ എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റില്ല, എന്നാൽ അദ്ദേഹം ഒരു വില്ലനുമല്ല. അതിപ്പോൾ എല്ലാവരും, ഈവൻ ബീച്ചേട്ടൻ്റെ ക്യാരക്ടർ പോലും ഈ സിനിമയിൽ വില്ലനാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പലപ്പോഴും പല സീൻസും അല്ലെങ്കിൽ പല ഫോട്ടോസും ഇപ്പോൾ കണ്ടിട്ട് ബീച്ചേട്ടൻ വില്ലനാണ് എന്നുള്ളൊരു നിഗമനത്തിൽ എത്തിയിട്ടുണ്ട് ആളുകൾ. പക്ഷെ അങ്ങനെ ചോദിച്ചാൽ വില്ലൻ ബീച്ചേട്ടനാണോ ഞാനാണോ എന്നൊക്കെ ചോദിച്ചാൽ ഇതെല്ലാം സിറ്റുവേഷനിലാണ് സിനിമയിൽ. തീർച്ചയായും. കാര്യം ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റാണ് ഈ സിനിമയിലേക്ക് എന്നെ അട്രാക്ട് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം. ഞാൻ എന്ന് പറയുന്ന ഒരു ആസിഫ് അലി എന്ന് പറയുന്ന ഒരാൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ ആയിത്തീരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഈ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തു. എന്നെപ്പോലെ ഒരു ചെറുപ്പക്കാരൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ സൊസൈറ്റിയോടുള്ള നമുക്കുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്, അതെല്ലാം ഈ സിനിമയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു ക്യാരക്ടർ എന്ന നിലയിൽ എന്നെ ഇതിലേക്ക് അട്രാക്ട് ചെയ്തത്. പിന്നെ എന്നെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്യാൻ ഒരു പക്ഷേ കാരണം ഇതിൽ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായിരിക്കണം ആദി കാഴ്ചയിൽ. അപ്പോൾ അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പം എന്നെ ഇവർ കാസ്റ്റ് ചെയ്യാൻ കാരണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന് ഒരാളെ കണ്ടിട്ട് ഇദ്ദേഹം ഇയാളാണ് ഹീറോ അല്ലെങ്കിൽ ഇയാളാണ് വില്ലൻ എന്നുള്ള ഒരു ആൻറ്റിസിപ്പേഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു നേരത്തെ ഉള്ളൊരു മുൻധാരണ ഈ സിനിമയ്ക്ക് വരാൻ പാടില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ എന്നെ സെലക്ട് ചെയ്തു. ഇതിൽ അപ്പോൾ അൾട്ടിമേറ്റായിട്ടും ഞാനൊരു കഥ സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ സിനിമ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അതെന്നെ പഠിപ്പിച്ചു തന്നത് ഫഹദ് ഫാസിലാണ്. കാര്യം നീ നിൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് സിനിമകൾ ചെയ്ത് നോക്കുക, അപ്പോൾ തീർച്ചയായിട്ടും നിൻ്റെ ഒരു നല്ല കോൺട്രിബ്യൂഷൻ ഈ സിനിമയിൽ അല്ലെങ്കിൽ ഏത് സിനിമയിലായാലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തന്നത് തീർച്ചയായിട്ടും ഷാനു തന്നെയാണ്. അവൻ്റെ ഒരു വേ ഓഫ് അപ്രോച്ച് അതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് എപ്പോഴും സ്ക്രിപ്റ്റാണ് ഞാൻ കൊടുക്കുന്ന ഒരു മുൻഗണന സിനിമയ്ക്ക്. ഞാൻ വിശ്വസിക്കുന്നൊരു സിനിമയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റാണ്. അതിൽ തന്നെ എൻ്റെ ക്യാരക്ടർ ഞാൻ റിയൽ ലൈഫിലാകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഈ സമൂഹത്തിൽ ഒരു കാര്യം നടന്നിട്ട് അതിന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നിയമപരമായ ഒരു ജഡ്ജ്മെൻറ്റ് അതിന് കിട്ടിയിട്ടില്ലെങ്കിൽ അത് സാധാരണക്കാരനെ ഏറ്റെടുത്ത് ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് ശരിക്കും ഈ സിനിമയിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ സിനിമയിലെ പല കാര്യങ്ങളിലും പല സിറ്റുവേഷൻസിലും അത് പിൻ പോയിൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യമായതുകൊണ്ടാണ് എന്നെ ഈ സിനിമയിൽ ഈ സ്ക്രിപ്റ്റിലേക്ക് എന്നെ അട്രാക്ട് ചെയ്തത്. ഇല്ല, ഞാൻ ഇതാണ് പറഞ്ഞ പോലെ ഇവർ സ്ക്രിപ്റ്റ് ആയിക്കഴിഞ്ഞിട്ടാണ് ഇവർ എൻ്റെ അടുത്ത് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും ഈ സ്ക്രിപ്റ്റിലുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഈ സ്ക്രിപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇത് ഫോർവേഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചതും. പിന്നെ തീർച്ചയായിട്ടും സുനിലേട്ടന് ഈ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഈ സിനിമയോട് സുനിലേട്ടൻ്റെ ഒരു ആവേശം ഉണ്ടായിരുന്നു. സുനിലേട്ടനെന്നല്ല, ഈ ഫുൾ ടീമിൻ്റെ. കാരണം ഈ സിനിമ ഞങ്ങൾ ഷൂട്ട് ചെയ്തത് ഏതാണ്ട് 47 ദിവസം കൊണ്ടാണ്. തീർച്ചയായിട്ടും ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് അതിനേക്കാളൊക്കെ ഒരുപാട് ദിവസങ്ങൾ കൊണ്ട് ഷൂട്ട് ചെയ്യേണ്ട ഒരു സിനിമ. അപ്പോൾ ആ ടീമിൻ്റെ ഒരു എഫേർട്ടും ഈ ഫുൾ ടീമിന് സിനിമയിലുള്ളൊരു താല്പര്യമാണ് ഇത്രയും ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇതുപോലെ വലിയൊരു സിനിമ ഷൂട്ട് ചെയ്ത് തീർക്കാൻ കാരണം.
ഇപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ബഡ്ജറ്റിൽ വളരെ പരിമിതമായ ലൊക്കേഷൻസിൽ സിനിമകൾ ഷൂട്ട് ചെയ്യുക, അത് വലിയ വിജയമാവുക എന്നുള്ളതാണ്. പക്ഷേ കുറേ നാൾ കൂടി ഇതെല്ലാം ബ്രേക്ക് ചെയ്തിട്ടാണ് പകിട എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നത്. കാര്യം ഞങ്ങളിത് കൊച്ചി മുതൽ മധുര വരെ ബൈ റോഡിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബൈ റോഡിലാണ് സിനിമയുടെ ഒരു സ്ക്രിപ്റ്റിംഗ് വരുന്നത്, ഈ ഒരു യാത്ര. പിന്നെ ഇതിൽ നമ്മൾ എറണാകുളം, കമ്പം, തേനി, മധുര, രാമേശ്വരം, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ഒരു വൈഡായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ വൈഡായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ കഥ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് കുറേ നാളായി അങ്ങനെ ഒരു സിനിമ വന്നിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പുതുമയും അതും എല്ലാം തീർച്ചയായിട്ടും ആ പ്രഷറൊക്കെ ഹാൻഡിൽ ചെയ്യാൻ സുനിലേട്ടന് പറ്റി, അല്ലെങ്കിൽ സുനിലേട്ടന് കഴിയും എന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെയൊക്കെയാണ് ഈ സിനിമ കണ്ടത്.